അവയവക്കടത്ത് കേസിൽ മുഖ്യകണ്ണിയായ കൊച്ചി സ്വദേശി മധുവിനെയും കൂട്ടാളിയായ ഹൈദരാബാദ് സ്വദേശിയെയും പിടികൂടാൻ ഊർജിത നീക്കങ്ങളുമായി പോലീസ്. ഇറാനിലുള്ള മധുവിനെ പാസ്പോർട്ട് റദ്ദാക്കിയോ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയോ നാട്ടിലെത്തിച്ച് പിടികൂടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം റിമാൻഡിലുള്ള പ്രതി സജിത്ത് ശ്യാമിനെ ഉടൻ കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്തി നിൽക്കാവുന്ന ഒരു വലിയ വിഷയമാണ്. അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയത്തിന്റെ ഇങ്ങേയറ്റത്തെ ചങ്ങലക്കണ്ണികൾ അഴിച്ചു മാറ്റാനുള്ള ഊർജിതമായ ശ്രമം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ഉള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കാനിരിക്കുന്ന വ്യക്തിയുടെ അടക്കം ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള വിവരങ്ങൾ സുപ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു ആസൂത്രിത സ്വഭാവം, ഗൗരവ സ്വഭാവത്തെ നിലവിൽ പോലീസ് എങ്ങനെയാണ് കാണുന്നത്? കാവ്യ, ഇത് വളരെ വ്യാപ്തിയുള്ള കേസാണ് ഈ അവയവക്കടത്ത് കേസ് എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വരുമ്പോഴും അതിൻ്റെ വ്യാപ്തി പിന്നെയും കൂടുകയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമാവുന്നു. ഇതിൽ ഓരോരുത്തരെയായി പിടികൂടി അതിൻ്റെ മുഴുവൻ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന് മുഴുവൻ പേരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിലാണ് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി എന്നുള്ള നിലയിൽ സാബിത് നാസറിനെ, തൃശ്ശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസറിനെ പോലീസ് പിടികൂടിയത്. സാബിത് നാസറിൻ്റെ മൊഴി പ്രകാരം മറ്റൊരാളിലേക്ക് കൂടി, അതായത് സജിത് ശ്യാമിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തി അയാളെയും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിൽ വിട്ടു. ഈ രണ്ടുപേരെയും അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്, ഈ സജിത് ശ്യാം. അയാൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ കോടതി പരിഗണിച്ച് അയാളെ കസ്റ്റഡിയിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 24 മണിക്കൂർ അയാളെ ചോദ്യം ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്നവരെയുള്ള സമയത്ത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കുറേ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അയാൾ ഈ സജിത് ശ്യാം നൽകിയ വിവരവും ആദ്യം അറസ്റ്റിലായ സാബിത് നാസർ നൽകിയ വിവരവും അനുസരിച്ച് ഇതിലെ പ്രധാന മുഖ്യ കണ്ണി എന്ന് പറയുന്നയാൾ കൊച്ചി സ്വദേശി മധു എന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഇയാളാണെങ്കിൽ നിലവിൽ ഇറാനിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായി ഇയാൾ ഇറാനിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ഈ മധുവാണ് ഈ അവയവക്കടത്ത് റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് എന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ മധുവിനെ കൂടാതെ ഒരു ഹൈദരാബാദ് സ്വദേശിയും ഇതിൻ്റെ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഈ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. മധു ഇറാനിലും ഹൈദരാബാദ് സ്വദേശി ഹൈദരാബാദിൽ തന്നെ. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഈ സാഹചര്യത്തിൽ ഈ ഹൈദരാബാദിലുള്ളയാളെ ആദ്യം പിടികൂടുക എന്നുള്ളതാണ് മുഖ്യ പരിഗണന നൽകുന്നത്. കാരണം ഇറാനുള്ള വിദേശത്തുള്ള ഒരാളെ പിടികൂടി നാട്ടിലെത്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഇയാളെ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിനായി ഒരു സംഘം നിലവിൽ തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തെ സഹായിക്കാനായി ഹൈദരാബാദ് പോലീസിൻ്റെ സഹായവും ലഭ്യമാകുന്നുണ്ട്. ഇയാളെ പിടികൂടിയാൽ, അതായത് സാബിത് നാസറിനേക്കാളും സജിത് ശ്യാമിനേക്കാളും ഈ റാക്കറ്റിൽ ഒരു പ്രധാന പങ്കാളിത്തം ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഈ ഹൈദരാബാദ് സ്വദേശി. അയാളെ പിടികൂടുന്നതോടെ ഇതിൽ മറ്റാരൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം ഈ ഇറാനുള്ള മധുവിനെ പിടികൂടുക അതല്പം ശ്രമകരമാണ്. പക്ഷേ മധുവിനെ പിടികൂടിയാൽ ഇതിൻ്റെ മുഴുവനും ചുരുളഴിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. മധു ഇപ്പോൾ ഉള്ളത് ഇറാനിലായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം സഹായത്തോടെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അടക്കം സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കത്തെക്കുറിച്ചാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അങ്ങനെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ ഇറാനുള്ള മധു എവിടെയാണെന്ന് അവിടുത്തെ അന്വേഷണ ഏജൻസി കണ്ടെത്തി അയാളെ തിരികെ നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമം. അങ്ങനെ മധു നാട്ടിലെത്തിയാൽ അയാളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാം. അങ്ങനെ മധുവിനെ പിടികൂടിയാൽ ഇത് ഈ കേസിൽ ഏറ്റവും നിർണായകമായൊരു നടപടിയായി അത് മാറും. പക്ഷേ മധുവിലേക്ക് എത്താൻ അല്പം കൂടി സമയം വേണമെന്ന് അന്വേഷണ സംഘത്തിനറിയാം. അതിനു മുൻപ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൈദരാബാദ് സ്വദേശിയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയതനുസരിച്ച് ഏതാണ്ട് 20ഓളം പേരെ ഇത്തരത്തിൽ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ സാബിത് നാസറിൻ്റെയും മധുവിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ പലരെയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ 20 പേരിൽ ഒരാൾ പാലക്കാട് സ്വദേശി ഷമീറാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അയാളെ കണ്ടെത്താനുള്ള ശ്രമം നേരത്തെ ആരംഭിച്ചെങ്കിലും അയാളെക്കുറിച്ച് കഴിഞ്ഞ 1 വർഷമായി വിവരമില്ല. അയാൾ സ്വദേശത്താണോ വിദേശത്താണോ എന്ന് സംബന്ധിച്ച് പോലെ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. എങ്കിലും അയാളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ ഷമീറിനെ കൂടാതെ മറ്റ്
ഈ അവയവങ്ങൾ ദാനം ചെയ്ത മറ്റ് പലരെ കൂടി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘം നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരാരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം നേരത്തെ പറഞ്ഞുറപ്പിച്ച ആ തുക ഇവർക്കെല്ലാം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇടപാട് പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് പിന്നീട് എന്തിനൊരു പരാതിയിലേക്ക് പോകണം എന്നൊരു നിലപാടാണ് ഈ അവയവദാതാക്കളിൽ പലർക്കും ഉള്ളത്. ഇത് അന്വേഷണത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച അല്ലെങ്കിൽ സൂത്രധാരന്മാരായി പ്രവർത്തിച്ചവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക, ആ നിലപാടിലേക്കാണ് അന്വേഷണ സംഘം പോയിട്ടുള്ളത്. ഒപ്പം ഈ അവയവം സ്വീകരിച്ചവർ, അതായത് വലിയ ലക്ഷങ്ങൾ വില കൊടുത്ത് പലരും 50-60 ലക്ഷമൊക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരിൽ പലരും ഉത്തരേന്ത്യക്കാർ ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രധാനം ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ഈ സാബിത് നാസർ പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. മറ്റാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ട്, സജിത് ശ്യാം. അയാളെ ഇന്നോ നാളെയോ ആയി പോലീസ് കസ്റ്റഡിയിൽ കിട്ടും. ഈ 2 പേരെയും ചോദ്യം ചെയ്ത് പരമാവധി പേരെ ഇതിൽ പങ്കാളികളായ പരമാവധി പേരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. നിലവിൽ കേരളത്തിലെ പോലീസിന് തന്നെ ഇത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പലരും കേരളത്തിൽ തന്നെയുണ്ട്. ഈ മധു എന്ന് പറയുന്നയാൾ മാത്രമാണ് വിദേശത്തുള്ളത്. അയാളെ നാട്ടിലെത്തിക്കാൻ ദേശീയ ഏജൻസിയുടെയും ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയൊക്കെ സഹായം വേണം. പക്ഷേ അവരിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യുന്നതോടെ ഇതിലെ പ്രധാന ഘട്ടം പൂർത്തിയാക്കാൻ കേരളത്തിൽ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അന്താരാഷ്ട്ര മാനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദേശീയ ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. അവർ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ആലുവ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ ആലുവ DYSPയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം തന്നെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഓരോരുത്തരെയായി പിടികൂടാനുള്ള ശ്രമം നടത്തുകയാണ്. 2 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി അധികം വൈകാതെ വലയിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അറസ്റ്റ് ഉറപ്പായും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റൂറൽ SP ചൂണ്ടിക്കാണിച്ചതാണ്. പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചു എന്നും അറിയിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നുണ്ട്. കാവ്യ.